കൈകളിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളുടെയും മുമ്പിൽ എല്ലാ അറിവോടും കൂടി സ്നേഹത്തോടും കൂടി തലമുറയുടെ തീർത്ഥാടനത്തിൻ്റെ ഫലമായുള്ള സമ്മേളനങ്ങളുടെ സമാപനമാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂർവ്വമുള്ളവർക്കും പോകാൻ തിരക്കുണ്ടാകുമെന്നും എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് കേൾപ്പിച്ചത് ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ പ്രസാദം ചെറിയ മുമ്പ് സ്വാമിജിയും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ശ്രീനാരായണ ഗുരു മഹാനായ ദാർശനിക മാനവരുടെ സന്യാസി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു വലിയ തീർത്ഥാടന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ സുന്ദരിക്കുന്നുകൾ ദശാബ്ദങ്ങളായി ഇതുപോലെ ആയിരങ്ങൾക്ക് ചേരുന്ന ചിന്തകളുടെയും ബോധങ്ങളുടെയും അന്വേഷണങ്ങളുടെയും കഥയായി മാറുന്നത്. നമുക്കെല്ലാവർക്കും സന്യാസിമാരെ പറ്റി അറിയാം, തീർത്ഥാടനങ്ങളെ പറ്റിയും അറിയാം. ഉത്തരേന്ത്യയിലെ തീർത്ഥാടനങ്ങൾ പലതും എത്രമാത്രം ഇരുണ്ടാശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും എത്രയും പ്രാകൃതമായി മനുഷ്യരെ ചിന്തിക്കാൻ അത് നിർബന്ധിക്കുന്നുവെന്നും എന്തെല്ലാം നിലവിരുദ്ധമായ പണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. ആഡംബരങ്ങളും ആധിപത്യങ്ങളും അഴിഞ്ഞിടുന്നുവെന്നും നമുക്ക് വായിച്ചു കേൾക്കറിയാം. തീർത്ഥാടനത്തിൻ്റെ ആമതമല്ല ശിവഗിരിക്കുള്ളത്. ശിവഗിരിയുടെ തീർത്ഥാടന പാരമ്പര്യം, തീർത്ഥാടന സത്ത, തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതെല്ലാം ആദ്യാവസാനം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമുണ്ടാക്കിയത് നാം അറിയുന്ന സാധാരണ ഗുരുവിൻ്റെ വ്യതിരിക്തമായ ഉജ്ജ്വലമായ പ്രമുഖരമായ ദൂരക്കാഴ്ചകളുടെ ചിന്തകളുടെയും നിലപാടിൻ്റെ ഭാഗമായിട്ടാണെന്ന് ആ നിലപാട് നമ്മൾ അറിയുന്നു. മനുഷ്യരെ നമ്മൾ ലഭിക്കാൻ, ജാതികളെപ്പറ്റി ചിന്തിക്കാൻ, ജാതികളെ വൈചാരികമായ ചിന്തകൾക്ക് ഒരുപാട് ബുദ്ധികളുണ്ടാകാൻ എല്ലാമുള്ള ശ്രമങ്ങൾക്കായി തീർത്ഥാടനങ്ങൾ പലതും പലപ്പോഴും മാറ്റപ്പെടുമ്പോൾ ഇവിടെ ഇത് മനുഷ്യരോട് തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റി പറയാൻ ശ്രമിക്കുമ്പോൾ മഹാനായ സന്യാസി, ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സന്യാസി എന്ന് ഞാൻ പറയും. ആ സന്യാസി വിപ്ലവകരമായ തന്നെ ദാർശനിക മൂല്യങ്ങളെ വെളിപ്പെടുത്തിക്കൊടുക്കുന്നു. ഒന്നാം സ്ഥാനം വേണ്ടത് വിദ്യാഭ്യാസത്തിലാണ്. അവിടെ ആരംഭിക്കുന്നു ആ വ്യത്യാസം. ആ രണ്ട് ലക്ഷ്യങ്ങളെ പറ്റി നമുക്ക് പറയാൻ തുടങ്ങിയാൽ തീരില്ല. ആ ലക്ഷ്യങ്ങളെ പറ്റി പഠിപ്പിക്കുവാൻ, ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ തീർത്ഥാടന ദിവസങ്ങൾ ബോധപൂർവ്വം ശേഖരപ്പെടുത്തിൻ്റെ സംഘാടകരായിട്ടുള്ള സന്യാസിമാർ ബോധപൂർവ്വം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ശീലം തെറ്റാതെ നമുക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്ന ഘട്ടമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ളത്. അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ നടന്നു പോകും. ഈ മൂല്യം മറക്കാൻ പാടില്ല. ഈ മൂല്യങ്ങളില്ലെങ്കിൽ ഇന്നത്തെ കേരളം വീണ്ടും ഇരുട്ടിലേക്കാണ് പോകും. കേരളത്തിൻ്റെ ജീവിതത്തിലും ചിന്തകളിലും ബോധത്തിലുമെല്ലാം വെളിച്ചം പ്രചരിപ്പിച്ച ചിന്തകളുടെ ഉറവിടമായിരുന്നു ചിന്തകളുടെ ദർശനങ്ങളും അതിന് കേന്ദ്രസ്ഥാനമായി ശിവഗിരി പറയുന്നത് നമുക്കറിയാം. ശിവഗിരി അർത്ഥത്തിലാണ് സ്ഥാനം പഠിച്ചത് ചരിത്രത്തിൽ. എനിക്ക് ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണ് വയ്ക്കാം. ഞാൻ പിറന്ന മണ്ണാണ്. ആ മണ്ണിലാണ് മനുഷ്യരെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഏറ്റവും ഉച്ചനക്ഷത്രപരമായ പ്രാർത്ഥനകളെല്ലാം അണിഞ്ഞാടിയത്. വൈക്കത്തമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ശിവനാണ്. അത് ഒരു വലിയ അമ്പലമാണ്. ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്നത്.
ആ അമ്പലത്തിൻ്റെ 4 ഗോപുരങ്ങൾക്കുമടുത്തുള്ള പൊതുവഴികൾ കൂടി ഒരു കാലത്ത് നടക്കാൻ ജാതികൾ തടവക്കാർക്കും അവകാശമുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പഴയ കഥയല്ല, 100 കൊല്ലം മുമ്പുള്ള കേരളത്തിൻ്റെ കഥയാണ്. ആ വഴിയിൽ പട്ടിക്ക് നടക്കാൻ, പൂച്ചയ്ക്ക് നടക്കാൻ, കാളയ്ക്ക് പശുവിന് നടക്കാൻ, പക്ഷേ എല്ലാ മനുഷ്യരും വരാൻ പാടില്ല. ആ ഗോപുരത്തിൻ്റെ 4 ഗോപുരത്തിൻ്റെയും അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് പണ്ട് തീണ്ടൽ പലകുണ്ടായിരുന്നു. ആ തീണ്ടൽ കൽപ്പിച്ചു ജാതികൾ തടഞ്ഞു. അവർ ഈ പിറകയ്ക്കപ്പുറത്തേക്ക് ചെന്നുകൂടും. എന്തുകൊണ്ട് പാടില്ല? അപ്പുറത്ത് ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരും പോകാൻ പാടില്ല. അവർ താഴെയുള്ളവരാണ്, അവർ നീചജാതിക്കാരാണ്. ആശാപ്പെടുന്നതുപോലെ നീചജാതിക്കാരൻ കയ്യാചാരമാക്കി ആചരിക്കുമ്പോൾ ചെല്ലുന്നതിൻ്റെ ആ കാലത്തിൻ്റെ സ്മാരകം കിടക്കുകയാണ് ആ തുടർപ്പുരകൾ. അതുപോലെ വേണ്ടിയാണ് വൈക്കത്ത് മനുഷ്യർ ഒന്നായി പോരാടിയത്. ആ പോരാട്ടത്തിൻ്റെ ഉറവിടം ഒരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നു. കോൺഗ്രസിൻ്റെ കക്കനാട് സമ്മേളനം. ആ സമ്മേളനത്തിൽ നിന്ന് ഉയർന്നമായിരുന്നു പിന്നീട് ഐക്യം പ്രതികരണമായി മാറിയത്. ശിലാലയാളിൻ്റെ പാതയെ പിൻപറ്റിയ കോൺഗ്രസ് നേതാവായ DK മാധവനാണ് അവിടെ അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിനോട് കോൺഗ്രസ് ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ മാത്രം പോരാടിയാൽ പോരാ, കോൺഗ്രസ് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രം ആവശ്യപ്പെട്ടാൽ പോരാ, കോൺഗ്രസ് ആവശ്യപ്പെട്ടത് സമത്വത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയാകണമെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം നയിക്കുന്ന കഥ അവിടെ പറഞ്ഞു. ആ കഥ കേട്ടപാടെ മഹാത്മാഗാന്ധിക്ക് അതിന് പ്രാധാന്യം ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ആ സമരം ആരംഭിച്ചത്. ആ സമരത്തിൻ്റെ നടത്തിപ്പിനെ പറ്റി, വളർച്ചയെപ്പറ്റി, പിന്തുണയെപ്പറ്റിയല്ല ഒരാൾ അങ്ങേയറ്റം തത്വമായിരുന്നു. ആ വലിയ മനുഷ്യൻ ശിതനഗരമായിരുന്നു. അദ്ദേഹം സമരത്തിൻ്റെ ബന്ധുവായിരുന്നു. അതിൻ്റെ പിറകിലുള്ള ആശയശക്തിയായി പോലും ആ പേര് പറയാൻ ഞാൻ പഠിക്കുന്നില്ല. ആ സമരം ജയിച്ചതിന് പിറകിൽ എനിക്കുറപ്പാണ് ശിതനഗരൻ്റെ ആശയങ്ങൾക്കും ചിന്തകൾക്കും നിഷേധത്തിനെത്താനും തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെയാണ് അവിടെ ആ ഭ്രാന്തിന് അന്ത്യമുണ്ടായത്. എല്ലാവർക്കും അറിയാം, സമരത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി വൈക്കത്ത് വന്നപ്പോൾ വൈക്കത്തെ സമരസേനാനികളെ കണ്ട് സംസാരിച്ചപ്പോൾ ഗാന്ധിജിക്ക് തോന്നി, ഒരിക്കലും മനുഷ്യർക്ക് അംഗീകരിക്കാനാകാത്ത ഈ ഭ്രാന്തിൻ്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി താഴ്ചെന്ന് സംസാരിച്ചാൽ ജാതി യഥാർത്ഥത്തിൻ്റെ ഇരിപ്പിടങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടേക്കുമെന്ന് അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉദായിനെ ആർക്കാണെന്ന് അതിന് ബ്രാഹ്മണ കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ പേര് ഇണ്ടും തിരുത്തിമനാണ്. അന്നത്തെ ജന്മിനാടാളത്തിൻ്റെയും ജാതി മതത്വത്തിൻ്റെയും ഇരിപ്പിടമായിരുന്നു ആ മര. അവിടുത്തെ കന്നഡവർ നീലകണ്ഠ പട്ടത്തിരിപ്പാടായിരുന്നു. ഗാന്ധിജി ദൂതനെ പറഞ്ഞയച്ചു, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചിന്തകെടുത്തു പറഞ്ഞു. ദൂതനോട് മനക്കരെ മുതൽപ്പാട് പറഞ്ഞു. ഇട്ടത്തിരുമലയിലെ കാരണവന്മാർ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. അതായിരുന്നു മറുപടി. മഹാത്മാഗാന്ധി ഉടനെ പറഞ്ഞയച്ചു, അങ്ങനെയാണെങ്കിൽ തിരുമലയെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് അറിയിക്കാൻ പറഞ്ഞു. ദൂതൻ പോയി പറയുന്നു, ഗാന്ധിജി ഇങ്ങോട്ട് വന്ന് അദ്ദേഹം കാണാനാണ്. അപ്പോൾ പ്രശ്നമായി. മഹാത്മാഗാന്ധിയുടെ ജാതി ഏതാണ്? വർണ്ണം ഏതാണ്? അദ്ദേഹം ബ്രാഹ്മണനാണ്? അല്ലല്ലോ. ക്ഷത്രിയനാണ്? അതുമല്ല. ജന്മം കൊണ്ട് മഹാത്മാഗാന്ധി വൈശ്യൻ അതിന് വരാൻ പാടില്ല. ബ്രാഹ്മണന് വരാം. ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ ഭൂമിയിലും പ്രതിപക്ഷങ്ങൾ എന്നാണ് സങ്കല്പം. ബ്രാഹ്മണൻ പറക്കുന്നത്
അതുകൊണ്ട് ബ്രാഹ്മണൻ അപ്രാവസ്ഥകളെ ഒന്നാമനാകുന്നു. ക്ഷത്രിയന് വരാം. ക്ഷത്രിയന്റെ പുറമെ ദൈവത്തിന്റെ ഭുജത്തിൽ നിന്നാണ്, തൊഴിൽ നിന്നാണ്. അതുകൊണ്ട് രണ്ടാം സ്ഥാനക്കാരനായ ക്ഷത്രിയനും വരാം. പിന്നെയുള്ളത് വൈശ്യൻ ശൂദ്രനുമാണ്. വൈശ്യൻ നടക്കുന്നത് ദൈവത്തിന്റെ തുണികളിൽ നിന്നാണ്. കച്ചവടമാണ് തൊഴിൽ, വ്യാപാരം, വാണിജ്യമെല്ലാമാണ് അവർക്ക് വേണ്ടി വെച്ച് മാറ്റിവെച്ച ധർമ്മമെന്ന് പറയുന്നു ഒന്നവസ്ഥ. പക്ഷേ മഹാത്മാഗാന്ധി വൈശ്യനായിരുന്നു. ഗാന്ധിജിക്ക് അവിടെ പ്രവേശനം കാണില്ല. ലോകം ആദരിക്കുന്ന മഹാത്മാഗാന്ധിയോട് ഇവിടെ വന്നുകൂടെ എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ ലോകമതറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടിനെ പറ്റിയും അറിയാം. ആ നമ്പൂതിരിപ്പെടുന്ന പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. തൻ്റെ മനയുടെ ഭിത്തിയോട് ചേർന്ന് തൊട്ടുള്ള മട്ടിൽ ഒരു ചെറിയ ഊർജ്ജം അദ്ദേഹം താൽക്കാലികമായിപ്പെടുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി സംസാരിച്ചത്. കാരണവരായ നമ്പൂതിരിപ്പുഴ കത്തിരുന്നു. മഹാത്മാഗാന്ധി പുറത്തിരുന്നു. എന്നിട്ട് സംസാരിച്ചു. മഹാത്മാഗാന്ധി പറഞ്ഞ ന്യായങ്ങളൊന്നും അവർക്ക് ബോധ്യമായില്ല. ആ സംഭാഷണം പരാജയപ്പെട്ടു. മഹാത്മാഗാന്ധി ഇച്ഛാഭംഗത്തോടെ മടങ്ങിപ്പോന്നു. ഇതൊരു കഥയാണ്, കഥയല്ല, ചരിത്രിക തർക്കമാണ്. ഞാൻ ചുരുക്കം പറയട്ടെ. ചരിത്രം പക്ഷേ പ്രതികാരം ചെയ്തു. അതങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിന് പ്രതികാരം ചെയ്യാതിരിക്കാനാവില്ല. ഗോപാലനാശാനും ചങ്ങമ്പുഴയും മാത്രമല്ല, അന്നത്തെയും ഇന്നത്തെയും നീതിബോധമുള്ള കവികളും ദാർശനികരും പോരാളികളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പകരം വീട്ടാതിരിക്കില്ല. ആ പകരം വീട്ടൽ വ്യക്തിപരമല്ല, ആ പകരം വീട്ടൽ സാമൂഹികമാണ്. അത് ചെയ്യുന്നത് ചരിത്രമാണ്, കാലമാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം പകരം വീട്ടിയപ്പോൾ ആ മനയുടെ മുകളിൽ എന്തൊരു കൊടി പുലർത്തുന്നു. ആ കൊടി ചെങ്കൊടിയാണ്. ആ മന ഇന്നിപ്പോൾ വൈക്കം താലൂക്ക് ചിത്രകലാലയങ്ങളുടെ ഓഫീസാണ്. ആ മനയ്ക്കകത്ത് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും അവരെ സ്വന്തം തലവാട് പോലെ വന്നു പോകുന്നുണ്ട്. ഈ മാറ്റമുണ്ടാക്കിയത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം മാത്രമല്ല, സമൂഹ ചിന്തയാണ്, നവോത്ഥാനവാസനയാണ്, നീതിബോധമാണ്, പോരാട്ടവീര്യമാണ്. അതിൻ്റെ എല്ലാം പിറകിൽ കേരളത്തിൽ ഞാൻ കാണുന്നത് മറ്റാരെയുമല്ല, ആദ്യത്തെ പേരുകാരാണ് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തെ പറ്റി പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, അദ്ദേഹം വിപ്ലവകാരിയായ സന്യാസികനാണ്. ഒരിക്കലും പറഞ്ഞപ്പോൾ ഇവിടെ സ്വാമിജി എന്നോട് നേരിട്ട് പറഞ്ഞു, യുഗത്തിൽ പറഞ്ഞു, അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ ആദരവോടെയും ഞാൻ കേട്ടു. ഇപ്പോഴും എനിക്ക് ആദരവുണ്ട്. ശിവഗിരിയോട്, ഇവിടുത്തെ സന്യാസികന്മാരോട് എല്ലാം എന്നുണ്ടാകും ആദരവ്. ആദരവിൻ്റെ കാര്യം വിയോജിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കാൻ കഴിയുന്ന ബോധ്യമാണ്. അവർക്ക് എന്നെ അറിയാൻ കഴിയും, എനിക്ക് അവരെ അറിയാൻ കഴിയും. അതുകൊണ്ട് എല്ലാ നിലപാടുകളിലും, എല്ലാ വാക്കുകളിലും, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും യോജിപ്പില്ലെങ്കിൽ പോലും അതുകൊണ്ട് ഒരിക്കലും ശത്രുക്കളല്ലാതെ ആവുകയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ആരാണ്. അങ്ങനെ അറിയാൻ വേണ്ടിയുള്ള നിരീക്ഷണമൊരുക്കിയതിൽ ഞാൻ വീണ്ടും പറയട്ടെ, അവിടെ വലിയ പങ്കുണ്ട് നാരായണ ഗുരുവിന്. ആ പരമ്പരയിലാണ് ശിവഗിരിവളത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളും ആ പാത ഉണ്ടാക്കിയ ദാർശനിക വിപ്ലവ പരിവർത്തന മൂല്യങ്ങളുടെ വഴിയിലൂടെയാണ് ഇടതുപക്ഷം സഞ്ചരിച്ചത്. കേരളത്തെ ഇടതുപക്ഷാശയത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ഒരു നെടുങ്കോട്ടേക്ക് മാറ്റിയത് ആരാണ്? ആ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു നാടിൻ്റെ മാത്രം മാറ്റമല്ലാതെ എല്ലാ നന്ദിയോടും കൂടി എല്ലാ കിടപ്പാടും പറിച്ചു വയ്ക്കാതെ ഇടതുപക്ഷം പറയും, ഇവിടെ ഇടതുപക്ഷാശയത്തിൻ്റെ പരിവർത്തന ചിന്തകൾക്ക് വളക്കുകളുടെ മണ്ണൊരുക്കിയതിൽ അദ്വിതീയമായ പങ്കുള്ളത് ഈ ദർശനങ്ങൾക്കാണ്. ശിവഗിരിയുടെ ലോകത്തോട് അന്നും ഇന്നും പ്രേക്ഷകർക്കില്ല. ഈ ആശയങ്ങൾക്കാണ് ആദ്യമായി ഞങ്ങൾ എന്ന് പറയേണ്ടത്. ആ കടപ്പാട് ഇടതുപക്ഷം എന്നും മനസ്സിൽ സൂക്ഷിക്കും. നാരായണഗുരുവിനോട്, ആ ദർശനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനോട് എല്ലാമുള്ള യാതൊരുവിൻ്റെ മഹത്തായ ഒരടക്കത്തെ മനച്ചുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇന്നിങ്ങനെ
ആരാണ് നീ എന്നതായിരുന്നു. ദൈവമാരാണ്, നീ ആരാണ്? അതേപ്പറ്റി ഏറ്റവും അഗാധമായി ചിന്തിച്ച സന്യാസിയായിരുന്നു ചിതറിയാളവൻ. അറിവിനെപ്പറ്റി, അറിവിൻ്റെ ആളുകളെപ്പറ്റി, അതിൻ്റെ ഓരോ തുറക്കുന്ന എന്നെപ്പറ്റി എന്നെപ്പറ്റി എല്ലാം ചിന്തിച്ചുകൊണ്ട് അറിവെന്താണെന്ന് പറയാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ ഓരോ ശ്ലോകങ്ങളും ഓരോ വർത്തമാനങ്ങളും ഓരോ വരികളും അതെല്ലാം വിലപ്പെട്ട ഒരു വിജ്ഞാനത്തിൻ്റെ സമ്പത്താണെന്ന് പറയാൻ ഒട്ടും പഠിക്കേണ്ടതില്ല. എപ്പോഴും ഓർക്കാറുണ്ട് ചിതറിയാളവരുടെ പിറവി ഇന്ത്യയുടെ ഈ തെക്കേ കൂടുതലായിരുന്നവെങ്കിൽ അത് ധരിച്ചത് വടക്കേന്ത്യയായിരുന്നവെങ്കിൽ അദ്ദേഹത്തിന് ലോകം അതിനേക്കുള്ള അറിയുമായിരുന്നു. അത് വലിയ വെളിവാണുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവർ നിർത്തപ്പെട്ടതിൽ അദ്ദേഹത്തിൻ്റെ ലോകം അറിയണം, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പറ്റി ലോകം അറിയണം. ആ വഴിക്ക് നമ്മുടെ ഈ മഹത്തായ ശബരിമലപ്പടത്തിൻ്റെ സന്യാസി സമൂഹം നടത്തുന്ന നീക്കത്തെപ്പറ്റി സാമാന്യം എനിക്കറിയാം. ആ ശ്രമങ്ങൾക്ക് ഫലമുണ്ടാകട്ടെ എന്ന് ഞാൻ കാത്തിരിക്കുന്നു. എന്തായാലും ശരണഗുരുവിൻ്റെ ഏറ്റവും മഹത്തായ രണ്ട് ഘട്ടങ്ങൾ ഞാൻ മറന്നു പോകുന്നില്ല. ഒന്ന് ആ പ്രതിഷ്ഠയാണ്. ഒരു വലിയ സന്യാസി ആയ അദ്ദേഹത്തെ ലോകം ഒരുപക്ഷെ കണ്ടു കാണില്ല. പക്ഷേ ആ സന്യാസിക്ക് ആ ഭാഷകളിൽ അറിയാമായിരുന്നു ദൗത്യമെന്താണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം അറിയാത്തത് പുഴയിൽ എഴുന്നേറ്റപ്പോൾ കയ്യിൽ കൊണ്ടുവന്ന ആ കരിങ്കൽ അദ്ദേഹം പ്രതിഷ്ഠയാക്കി. ആ പ്രതിഷ്ഠ ഉണ്ടാക്കിയ മാറ്റം വലിയ മാറ്റമാണ്. പിന്നീട് ആ കണ്ണാടി, കളവങ്കോളത്തെ കണ്ണാടി, ആ കണ്ണാടി പറഞ്ഞത് തത്വമസിയെ പറ്റിയാണ്, അഹം ബ്രഹ്മാസ്മിയെ പറ്റിയാണ്. അത് നീയാകുന്നുവെന്ന ആശയത്തിൽ അർത്ഥമാണ് പറഞ്ഞു കൊടുത്തത്. നീ തീർന്നത് ദൈവത്തെ ആണെങ്കിൽ ആ ദൈവം നീയാണെന്ന് പറയാൻ കാണിച്ച ആ കണ്ണാടി, ആ കണ്ണാടിയിലൂടെയാണ് ഞാൻ ചിദാനന്ദന്റെ ദർശനങ്ങളുടെയും ലോകത്തേക്കുള്ള അദ്ദേഹധീരമായ കാൽവെപ്പിൻ്റെ എല്ലാ ആളുകളെയും കാണാനും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ പാഠങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന ഒരു വലിയ കേന്ദ്രമായി തീർത്ഥാടനത്തിൻ്റെ കേന്ദ്രമായ ശിവഗിരി മഠം, ശിവഗിരി കുന്നുകളും വരട്ടെ എന്ന്